നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 19 വ്യാഴാഴ്ചയാണ്. ആദ്യം തന്നെ പറയട്ടെ, ഇന്നൊരു ചുവന്ന ദിവസം തന്നെയാണ്. ഇന്ത്യൻ വിപണി തുടർച്ചയായ 3 ദിവസവും വലിയ ഇടിവിലേക്കാണ് പോയത്. ഇന്ന് ഒരു റിവേഴ്സൽ ഉണ്ടാകും എന്ന പ്രതീക്ഷയിലായിരുന്നു നമ്മൾ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടായിരുന്നത്. എന്നാൽ എല്ലാം തകിടം മറിച്ച് ഇന്നലെ യുഎസിലെ ഫെഡറൽ റിസർവ് മീറ്റിംഗ് അവസാനിച്ചു. ഫെഡ് മീറ്റിംഗിൽ 25 ബേസിസ് പോയിന്റ്സ് റേറ്റ് കട്ട് ഉണ്ടായെങ്കിലും ഫെഡ് ചെയർ ജെറോം പവലിന്റെ സ്പീച്ച് ഒരു ഹോക്കിഷ് ടോണിലുള്ളത് തന്നെയായിരുന്നു. ഇത് തന്നെയാണ് ഇന്നലത്തെ മാർക്കറ്റ് ഇടിയാനുള്ള ഒരു കാരണവുമായത്. ഇൻഫ്ലേഷൻ ഇനി ഉയരും എന്ന് അദ്ദേഹം പറഞ്ഞു. കൂടാതെ മുൻപ് 2025 4 റേറ്റ് കട്ട്, അതായത് 100 ബേസിസ് പോയിന്റ്സ് റേറ്റ് കട്ട് ഉണ്ടാകും എന്ന് പറഞ്ഞെടുത്ത് ഇന്നലെ അദ്ദേഹം പറഞ്ഞത് 25 ബേസിസ് പോയിന്റ്സിന്റെ 2 റേറ്റ് കട്ട് ഉണ്ടാകും എന്നാണ്. കൂടാതെ 2026 50 ബേസിസ് പോയിന്റ്സിന്റെ 2 റേറ്റ് കട്ട് ഉണ്ടാകും എന്ന് പറഞ്ഞെടുത്ത് 2026 ഇന്നലെ പറഞ്ഞത് ഒരു 50 ബേസിസ് പോയിന്റ്സിന്റെ റേറ്റ് കട്ട് ഉണ്ടാകും എന്നുമാണ്. ഇതെല്ലാം മാർക്കറ്റിനെ സംബന്ധിച്ച് വലിയ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു. ഇതെല്ലാമാണ് മാർക്കറ്റ് ഇടിയാനുള്ള കാരണങ്ങളുമായത്. ഇവിടെ നമ്മൾ പറഞ്ഞതിലും കൂടുതലായി വിശദമായി എല്ലാ കാര്യങ്ങളും ഇന്ന് രാവിലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 6:30 നമ്മൾ ആ വീഡിയോ പബ്ലിഷ് ചെയ്തിരുന്നു. ആ വീഡിയോ കാണാത്തവർക്ക് മുകളിലെ ഐ ബട്ടണിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ആ വീഡിയോയുടെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ ഇന്ന് ഒരു 330 പോയിന്റ്സ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗിനാണ് ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് സാധ്യതയുള്ളത്. കൂടാതെ മറ്റു വാർത്തകൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ സെബിയുടെ ബോർഡ് മീറ്റിംഗ് കഴിഞ്ഞു. കൂടാതെ 21-ാം തീയതി, അതായത് ഈ വരുന്ന ശനിയാഴ്ചയാണ് GST കൗൺസിൽ മീറ്റിംഗ് നടക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരാഴ്ച തന്നെയാണിത്. ഏതായാലും ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ സംസാരിച്ചു പോകുന്നുണ്ട്. വീഡിയോ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. ഇനി നമ്മുടെ പെയ്ഡ് ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ ഇപ്പോൾ 50% ഡിസ്കൗണ്ടോട് കൂടിയുള്ള ഓഫർ നൽകുന്നുണ്ട്. രാവിലെ 9 മണി മുതൽ 3:30 വരെ എല്ലാ എഡ്യൂക്കേഷണൽ വ്യൂസും നമ്മൾ ഈ ഗ്രൂപ്പിലാണ് നൽകാറുള്ളത്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൂടി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകളാണ്. എല്ലാ സുഹൃത്തുക്കളും ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്കാണ്. ആദ്യം, സെബിയുടെ ബോർഡ് മീറ്റിംഗ് ഇന്നലെ അവസാനിച്ചിരുന്നു. SME ലിസ്റ്റിംഗ് നിയന്ത്രണങ്ങൾ സെബി കർശനമാക്കുന്നു. പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലൊന്ന് ഇത് തന്നെയായിരുന്നു. അതിന്റെ വിശദമായ കാര്യങ്ങളിലേക്കൊന്ന് വന്നാൽ, SME IPO ലിസ്റ്റ് ചെയ്യുന്നവർക്ക് 2 വർഷത്തിൽ 1 കോടി രൂപ പ്രവർത്തന ലാഭം ഉണ്ടായിരിക്കണം. OFS മൊത്തം ഇഷ്യൂ വലിപ്പത്തിന്റെ 20% പരിധിയിലാണ്. ഇനി പ്രൊമോട്ടർ ലോക്ക് ഇൻ ഫേസ് നോക്കിയാൽ 1 വർഷത്തിന് ശേഷം 50%, 2 വർഷത്തിന് ശേഷം ബാക്കിയുള്ള 50% റിലീസ് ചെയ്യാവുന്നതാണ്. ഇതുകൂടാതെ പ്രകടന മൂല്യനിർണ്ണയ ഒരു ഏജൻസി കൂടി വരുന്നുണ്ട്. പാസ്റ്റ് റിസ്ക് ആൻഡ് റിട്ടേൺ വെരിഫിക്കേഷൻ ഏജൻസി, പാർവ എന്നാണ് പേര്. ഏതായാലും വളരെ പോസിറ്റീവായി എടുക്കാവുന്ന ഒരു വാർത്തയാണ്. കാരണം നല്ല SMEകൾ മാത്രമായിരിക്കും ലിസ്റ്റ് ചെയ്യുക എന്നത് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. മറ്റൊരു വാർത്ത കൂടിയുള്ളത്, ഡിസംബർ 21-ാം തീയതി ശനിയാഴ്ചയാണ് GST കൗൺസിൽ മീറ്റിംഗ് നടക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ആണ്. കാരണം ധാരാളം സെക്ടറുകൾക്ക് ടാക്സ് റിഡക്ഷൻ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ സെക്ടറുകൾക്ക് പോസിറ്റീവ് ആവാൻ സാധ്യതയുണ്ട്. അത് ഏതൊക്കെ സെക്ടറുകളായിരിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം. ഇൻഷുറൻസ്, ആരോഗ്യ, ലൈഫ് ഇൻഷുറൻസ് പോളിസികൾക്ക് ഒരു നികുതി ഇളവ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഈ ഇൻഷുറൻസ് കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവ് ആവാൻ സാധ്യതയുണ്ട്. കൂടാതെ ഫെഡ് ഡെലിവറി ആപ്പുകളിൽ അവരുടെ ചാർജുകളിൽ നികുതി കുറയ്ക്കാനുള്ള ഒരു ചർച്ചയുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു കാര്യം വരികയാണെങ്കിൽ അത് ഫുഡ് ഡെലിവറി ആപ്പുകളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ആവും. സ്വിഗ്ഗി, അതുപോലെ സൊമാറ്റോ എന്നീ കമ്പനികൾക്ക് പോസിറ്റീവ് ആവാൻ സാധ്യതയുള്ള ഒരു വാർത്തയാണ്. ഇനി സിൻ ഗുഡ്സ് ആയ ടുബാക്കോ, ആൽക്കഹോൾ, ഗാംബ്ലിംഗ് സർവീസസ്, ലക്ഷറി ഐറ്റംസ് തുടങ്ങിയവയുടെ ടാക്സുകളിൽ ഒരു മാറ്റം വരുത്താനുള്ള സാധ്യതകളുണ്ട്. ഇത്തരത്തിലുള്ള അജണ്ടകളും ഇത് കൂടാതെയുള്ള ധാരാളം കാര്യങ്ങളും GST കൗൺസിൽ മീറ്റിംഗിലുള്ള അജണ്ടയിൽ വരാൻ സാധ്യതയുണ്ട്. ഈ വരുന്ന ശനിയാഴ്ചത്തെ GST കൗൺസിൽ മീറ്റിംഗിന് ശേഷം ഏതൊക്കെ സെക്ടറുകൾക്കും ഏതൊക്കെ സ്റ്റോക്കുകൾക്കുമായിരിക്കും പോസിറ്റീവ് ആവാൻ സാധ്യതയുള്ളത് എന്നുള്ള ഒരു വീഡിയോ കൂടി നമ്മൾ ചെയ്യുന്നതാണ്. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം ABB ഇന്ത്യ. സ്പെയിനിലെ ഗമസ ഇലക്ട്രോണിക്സിന്റെ പവർ ഇലക്ട്രോണിക്സ് ബിസിനസ് ഏറ്റെടുക്കുന്നതിന് ഒരു കരാറിൽ ABB ഇന്ത്യ ഒപ്പിട്ട് കഴിഞ്ഞു. അടുത്തത് ഡോംസ് ഇൻഡസ്ട്രീസ് ആണ്. ഇറ്റാലിയൻ സ്റ്റേഷനറി നിർമ്മാതാക്കളായ ഫില അതിന്റെ ഇന്ത്യൻ യൂണിറ്റായ ഡോംസിൽ 4.57% ഓഹരികൾ വിൽക്കും. അടുത്തത് സാഗിൾ പ്രീപെയ്ഡ് എന്ന കമ്പനിയാണ്. കമ്പനി ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് ആരംഭിച്ചു കഴിഞ്ഞു, QIP. ഫ്ലോർ പ്രൈസായി നിശ്ചയിച്ചിരിക്കുന്നത് 550.73 എന്ന നിലയിലാണ്. ഇഷ്യൂ സൈസ് 450 കോടി രൂപയുമാണ്. അടുത്തത് നിക്കോ എന്ന കമ്പനിയാണ്. കമ്പനിക്ക് 105 കോടി രൂപയുടെ പുതിയ ഒരു ഓർഡർ പ്രസ്റ്റീജ് ഗ്രൂപ്പിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. അടുത്തത് കുമ്മിൻസ് ഇന്ത്യ എന്ന കമ്പനിയെ സംബന്ധിച്ച വാർത്ത. അജയ് പട്ടേൽ അവരുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ സ്ഥാനത്ത് നിന്ന് ജനുവരി 9-ാം തീയതി രാജിവെക്കും. ജനുവരി 10-ാം തീയതി മുതൽ CFO ആയി ചുമതലയേൽക്കുന്നത് പ്രസാദ് കുൽക്കർണിയാണ്. അടുത്തത് ITCയുമായി ബന്ധപ്പെട്ട വാർത്ത. കമ്പനിയുടെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള റസൽ ക്രെഡിറ്റ്സിൽ
നിന്ന് EIH-ൽ 2.44% ഓഹരി 111.22 കോടി രൂപയ്ക്കും HLV-യുടെ 0.53% ഓഹരി 10.93 കോടി രൂപയ്ക്കും കമ്പനി ഏറ്റെടുത്തു. അടുത്തത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBI രാം മോഹൻ റാവു അമരയെ 3 വർഷത്തേക്ക് ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടറായി കേന്ദ്ര സർക്കാർ നിയമിച്ചു. ഇനി ധാരാളം സ്റ്റോക്കുകളാണ് ഇന്ന് F&O സെഗ്മെന്റിൽ ബാൻ ആയിട്ടുള്ളത്. NMDC, ബന്ധൻ ബാങ്ക്, ചമ്പൽ ഫെർട്ടിലൈസർ ആൻഡ് കെമിക്കൽസ്, ഗ്രാനുൽസ് ഇന്ത്യ, ഹിന്ദുസ്ഥാൻ കോപ്പർ, മണപ്പുറം ഫിനാൻസ്, നാഷണൽ അലുമിനിയം കമ്പനി, PVR ഇനോക്സ്, RBL ബാങ്ക്, സെയിൽ തുടങ്ങിയവയാണ്. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. FIS ഇന്നലെ 1316 കോടി രൂപയ്ക്ക് മാത്രമാണ് സെല്ല് ചെയ്തിട്ടുള്ളത്. DIS ആവട്ടെ 4084 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. പക്ഷേ ഇന്നലെ മാർക്കറ്റ് നെഗറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. നവംബർ മാസത്തിൽ നമ്മുടെ മാർക്കറ്റ് ഇടിഞ്ഞപ്പോൾ ഉണ്ടായ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് FIS വലിയ സെല്ലിങ്ങിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു വ്യത്യാസമുള്ളത് FISന്റെ സെല്ലിംഗ് കുറവാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് കൂടുതൽ പോസിറ്റീവായിട്ട് മാർക്കറ്റുകളെ കാണാൻ കഴിയും എന്ന് തോന്നുന്നു. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ ഇന്നലത്തെ US ഫെഡറൽ റിസർവ് മീറ്റിംഗിന് ശേഷവും ഇന്ന് നടക്കാനിരിക്കുന്ന ബാങ്ക് ഓഫ് ജപ്പാന്റെ പോളിസി മീറ്റിംഗിന് മുന്നോടിയായി ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം വലിയ ഇടിവിൽ തന്നെയാണുള്ളത്. ആദ്യം ജപ്പാൻ മാർക്കറ്റ് നിക്കി 1% മുകളിൽ ഇടിവിലാണ്. സിംഗപ്പൂർ മാർക്കറ്റ് 0.41% ഇടിവിലും, ഹോങ്കോങ് മാർക്കറ്റ് 1.28% ഇടിവിലും, തായ്വാൻ മാർക്കറ്റ് 1.42% ഇടിവിലും, കോസ്പി മാർക്കറ്റ് 1.66% ഇടിവിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ 7 മണി കഴിഞ്ഞ് 20 മിനിറ്റാണ് സമയം. ഇപ്പോഴത്തെ ഈ ഒരു നിലവെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 330 മുതൽ 340 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗിനാണ് സാധ്യതയുള്ളത്. ഫെഡറൽ റിസർവ് മീറ്റിംഗിന് മുന്നോടിയായി ഇന്നലെ ക്ലോസ് ചെയ്യുന്ന ഓയിൽ പ്രൈസുകൾ നേട്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്തത്. 0.27% നേട്ടത്തിലായിരുന്നു ബ്രന്റ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഉള്ളത് $73.01 പെർ ബാരൽ എന്ന നിലയിൽ 0.22% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. WTI ഉള്ളത് $69.61 പെർ ബാരൽ എന്ന നിലയിൽ 0.19% നേട്ടത്തിലാണ് ട്രേഡിംഗ് നടത്തുന്നത്. നിഫ്റ്റിയിലേക്ക് 24,198-ൽ 137 പോയിന്റ്സ് ഇടിഞ്ഞാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. നമ്മൾ ഇന്നലത്തെ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു ഡൗൺ സൈഡിലെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,200 മുതൽ 24,000 വരെയുള്ള ലെവലായിരിക്കുമെന്ന്. കൃത്യമായി തന്നെ നമ്മുടെ 24,200 ലെവലിലാണ് ഇപ്പോൾ നിഫ്റ്റി ഉള്ളത്. ഇന്നലത്തെ ഡെയിലി വോളിയം പരിശോധിച്ചാൽ വളരെ കുറഞ്ഞ ബീറിഷ് വോളിയം മാത്രമാണ് ഇന്നലെ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ 3 ദിവസവും ആവറേജ് വോളിയത്തേക്കാൾ കുറഞ്ഞ ബീറിഷ് വോളിയവുമായിരുന്നു ഉണ്ടായിരുന്നത്. നിഫ്റ്റി ഇപ്പോൾ പ്രധാനപ്പെട്ട എല്ലാ മൂവിംഗ് ആവറേജുകൾക്കും താഴെയായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് 20, 50, 100 ഡേ EMIകൾക്ക് താഴെയായിട്ടാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഏതായാലും ഓവറോൾ മാർക്കറ്റ് ഒരു നെഗറ്റീവ് ബയാസിൽ തന്നെയാണുള്ളത്. ഇനി ഇപ്പോൾ ബാക്കി നിൽക്കുന്ന 1-2 പോസിറ്റീവുകൾ കൂടി ഒന്ന് പറയാം. ഡിസംബർ 13-ാം തീയതിയിലെ ലോ ആയിട്ടുള്ള 24,180 മുകളിലായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഫാക്ടറായിട്ട് നമുക്ക് കാണാം. കൂടാതെ വീക്ക്ലി PCR ഇപ്പോൾ 0.55 എന്ന നിലയിലാണ്. അതായത് ഒരു ഓവർ സോൾഡ് കണ്ടീഷനിലാണ് ഉള്ളതെന്ന് പറയാം. അതും ഒരു റീബൗണ്ടിനുള്ള സാധ്യതകൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. നിഫ്റ്റിയിൽ ഒരു റിവേഴ്സൽ വരികയാണെങ്കിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 24,400 മുതൽ 450 വരെയുള്ള ഒരു ലെവലാവാൻ സാധ്യതയുണ്ട്. ഡൗൺ സൈഡിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് 24,000-ഉം അതിനുശേഷം 23,900 ലെവലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. ആദ്യം 24,200 സ്ട്രൈക്കിൽ 87% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ലോങ് ബിൽഡപ്പ് ആണ്. എന്നാൽ കോൾ സൈഡിൽ 937% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. 24,180 സ്ട്രൈക്കിൽ 126% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. എന്നാൽ 423% വർധനവാണ് കോൾ സൈഡിൽ കാണുന്നത്. വളരെ വളരെ ശക്തമായ ഒരു ഷോർട്ട് ബിൽഡപ്പ് ആണത്. ഇനി 24,250 സ്ട്രൈക്കിൽ 50% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് കാണാമെങ്കിൽ കോൾ സൈഡിൽ 537% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പ് ആണ് കാണുന്നത്. അപ്പോൾ ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സ് തന്നെയാണ് നല്ല ശക്തിയോടെ നിൽക്കുന്നത് എന്ന് കാണാം. അടുത്തത് നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. ആദ്യം സ്പോട്ട് പ്രൈസ് ആയി വരുന്നത് 24,214 ഇനി കോൾ സൈഡിലെ വ്യത്യാസങ്ങൾ നോക്കാം. ആദ്യം കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 25,500, അതിനുശേഷം 25,000 സ്ട്രൈക്കും അതിനുശേഷം 24,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 24,000-ഉം അതിനുശേഷം 24,200 സ്ട്രൈക്കും അതിനുശേഷം 23,900 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 24,500-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,000-ഉമാണ്. അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിലേക്ക്. കൂടുതൽ ഇടിവുണ്ടായത് ബാങ്ക് നിഫ്റ്റിയിൽ തന്നെയായിരുന്നു. 52,139-ൽ 695 പോയിന്റ്സ് ആണ് ബാങ്ക് നിഫ്റ്റി ഇടിഞ്ഞത്. ബാങ്ക് നിഫ്റ്റിയും കൂടുതൽ വീക്കായിക്കൊണ്ടിരിക്കുകയാണ്.
ഇന്നലെ തന്നെ 20-50 ഡേ EMIകൾക്ക് താഴെയായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതൊരു വീക്ക്നെസ് തന്നെയാണ്. കൂടാതെ ബോളിഞ്ചർ ബാൻഡിന്റെ മിഡിൽ ലെവലിന് താഴെയായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അത് മറ്റൊരു നെഗറ്റീവ് ഫാക്ടർ തന്നെയാണ്. ഡൗൺ സൈഡിൽ ഇനി ശ്രദ്ധിച്ചിരിക്കേണ്ട ബാങ്ക് നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട ഒരു ലെവൽ 51,600 മുതൽ 49,600 വരെയുള്ള റേഞ്ചാണ്. അപ്സൈഡിൽ 53,800 മുതൽ 54,460 വരെയുള്ള ലെവലും ശ്രദ്ധിക്കുക. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും വുഡ് സൈഡിലെയും ബാങ്ക് നിഫ്റ്റിയുടെ സ്ട്രൈക്കുകളിലേക്കാണ്. ആദ്യം ഇപ്പോഴത്തെ സ്പോട്ട് പ്രൈസ് 52,205 ആണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 54,000, അതിനുശേഷം 53,000, അതിനുശേഷം 55,000 എന്നീ സ്ട്രൈക്കുകളാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന 50,000 ആണ്. അതിനുശേഷം 51,000 സ്ട്രൈക്ക്, അതിനുശേഷം 52,000 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 53,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 52,000-ഉമാണ്. ഇന്ത്യ വിക്സിലേക്ക് 14.37 0.78% ഇടിഞ്ഞാണ് ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്യുന്നത്. അതായത് കഴിഞ്ഞ 2 ദിവസവും നേട്ടത്തിലായിരുന്ന ഇന്ത്യ വിക്സ് ഇന്നലെ ഇടിയുകയുണ്ടായി. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഒരു സ്റ്റോക്ക് ഇന്ന് നമ്മൾ ഫോക്കസിൽ വെക്കേണ്ട ഒരു സ്റ്റോക്കാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപക്ഷെ 10% റിട്ടേൺ തരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്ക് കൂടിയാണിത്. സ്റ്റോക്ക് സുപ്രീം ഇൻഡസ്ട്രീസ് ആണ്. മാർക്കറ്റ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നല്ല ഡൗൺഫോളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശക്തമായി തിരിച്ചു കയറുന്ന ഒരു സ്റ്റോക്കായിരുന്നു സുപ്രീം ഇൻഡസ്ട്രീസിനെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇന്നലെ വളരെ പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ഏരിയയ്ക്ക് മുകളിലായിട്ടാണ് ക്ലോസിംഗ് വെച്ചിട്ടുള്ളത്. അത് ഒരു പോസിറ്റീവായിട്ടുള്ള ഫാക്ടർ തന്നെയാണ്. കൂടാതെ കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് നല്ല ബുള്ളിഷ് വോളിയമാണ് സ്റ്റോക്കിലുള്ളത്. FIS കഴിഞ്ഞ 2 ക്വാർട്ടറിനെയും അപേക്ഷിച്ച് അവരുടെ സ്റ്റേക്ക് വർദ്ധിപ്പിച്ച ഒരു സ്റ്റോക്ക് കൂടിയാണ് ഈ സുപ്രീം ഇൻഡസ്ട്രീസ്. ഇപ്പോഴത്തെ ഈ പ്രൈസിൽ നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണിത്. ഇനി ഫസ്റ്റ് ടാർഗറ്റായി നമുക്ക് ഫിക്സ് ചെയ്യാൻ കഴിയുന്നത് 5,300-ഉം സെക്കൻഡ് ടാർഗറ്റായി 5,500-ഉം നമുക്ക് ഫിക്സ് ചെയ്യാവുന്നതാണ്. ഈ സ്റ്റോക്കിനെ കുറിച്ച് നമ്മൾ ഇവിടെ പറഞ്ഞത് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ്. ഇത്തരത്തിൽ നല്ല നല്ല സ്റ്റോക്കുകൾ നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. ട്രേഡുകളിൽ എപ്പോഴും കൃത്യമായിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കാൻ ശ്രമിക്കുക. കൃത്യമായിട്ട് ഒരു ടാർഗറ്റും അതുപോലെ സ്റ്റോപ്പ് ലോസും എപ്പോഴും വെക്കാൻ ശ്രമിക്കുക. ഇനി ഇന്ന് നമ്മൾ ഇവിടെ ഷെയർ ചെയ്ത എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് ആണ്, ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നതും. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.